കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ദൈവത്തിന്, രഹസ്യമായി നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, വൈദ്യുയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച സകല ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ആർക്കും ഉച്ചരിക്കാൻ കഴിയാത്തതിനെ ഉച്ചരിക്കുന്ന ദൈവം, നീക്കുപോക്കുകൾ നൽകുന്ന ദൈവം, എന്നും എന്നേക്കും കൂടെയിരിക്കുന്ന ദൈവം, സംരക്ഷണം ചെയ്യുന്ന ദൈവം. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ് പ്രിയരെ ഈ ദൈവത്തെ രുചിച്ചറിയാനിടയാക്കിയ. എത്ര അനുഭവങ്ങളിലൂടെ ആ ദൈവം നമ്മളെ നടത്തിയത്. ചിന്തിക്കാത്ത പ്രവർത്തികൾ, അത്യുത്തമമായ പ്രവർത്തികൾ അവിടുന്ന് ചെയ്തില്ലേ. ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം അത്യുത്തമമാണ്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവം ഇന്നും ഇറങ്ങി വരും, നാളെയും നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവവചനം പറയുന്നത് പോലെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. ലോകത്തിലെ എല്ലാ കരങ്ങളും കുറുതായി പോയപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, സഹായിപ്പാൻ കഴിയാതെ വണ്ണം, ബലഹീനമായൊരു കരമല്ല നമ്മുടെ ദൈവത്തിൻ്റെ, കുറുകിപ്പോകാത്ത കരം, ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്ത ഭുജം. സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താലും, നടുക്കടലിലായിരുന്നാലും, ആരും കാണാത്ത ഇടത്ത് പത്മോസിൻ്റെ ഏകാന്തതയിലായിരുന്ന, സിംഹങ്ങളുടെ ഗുഹയിലാകട്ടെ, തീച്ചുളക്കകത്താകട്ടെ, അവിടുത്തെ ചെവി നിന്റെ വേദന, സങ്കടം, നിലവിളി കേൾക്കാതിരിക്കുന്ന ചെവിയല്ല, മന്ദമായി പോയ, അടഞ്ഞുപോയ ഒരു ചെവിയല്ല നമ്മുടെ ദൈവത്തിൻ്റെ ചെവി. മിസ്രയീമിൽ ജനം കഷ്ടപ്പെട്ടു, വേദനിച്ചു, സങ്കടപ്പെട്ടു, നിലവിളിച്ചു. അവർ കരയാൻ തുടങ്ങി, നിലവിട്ട് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ സ്വർഗത്തിലെത്തുകയാണ്. മനുഷ്യമാർക്കും അവിടെ വന്നവരെ രക്ഷിക്കാൻ പറ്റാതിരുന്നപ്പോൾ ദൈവം പറയുന്ന പ്രസ്താവന വളരെ സത്യമാണ്. നമ്മളെ ഇന്ന് പകൽ ഉറപ്പിക്കുകയാണ്. മിസ്രയീമിലായിരുന്ന എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു. സങ്കടമാണ് നിലവിളി കണ്ടോ കേൾക്കുന്നത്. വേദനയുടെ നടുവിൽ, ഞെരുക്കത്തിൻ്റെ നടുവിൽ, തോളിൽ ചുമടിരിക്കുമ്പോൾ, കൈകൾ കൊട്ടയിരിക്കുമ്പോൾ, അവര് കരഞ്ഞ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട ഒരു ദൈവം നമ്മുടെ ദൈവമല്ലാതെ ഏത് ദൈവമാ? കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത, കാലുണ്ടായിട്ടും നടക്കാത്ത, തൊണ്ട കൊണ്ട് സംസാരിക്കാത്ത, കൈയുണ്ടെങ്കിലും സ്പർശിക്കാത്ത
ഒരു ദൈവമല്ല സഹോദരങ്ങളെ. നമ്മുടെ ദൈവം സംസാരിക്കുന്നവൻ, നടക്കുന്നവൻ, ഇറങ്ങി വരുന്നവൻ, നമ്മെ സ്പർശിക്കുന്നവൻ. സ്തോത്രം ചെയ്യാമോ? ആ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുക. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയൂ. ആ ചെവി ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. ആരും കേൾക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ശോധനയുടെ വേദനയുടെ നടുവിൽ എൻ്റെ കൂടെ വരാൻ ആരുമില്ല, ആ ചിന്ത മാറ്റൂ. അവിടെ ഒരുവൻ പറയാം, ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതാ പുറപ്പാട് 3-ാം അധ്യായത്തിൽ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇറങ്ങി വരുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. സങ്കീർത്തനം 32-8 വാക്യം സുപ്രതമാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയരെ, ലോട്ടറി അടിക്കുന്ന ഭാഗ്യമല്ല, കോടാനുകോടി രൂപ ഉണ്ടാക്കുന്ന നമ്മൾ കൊടീശ്വരന്മാരെന്നൊക്കെ പറയാം, അതല്ല ഭാഗ്യം. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തീരുമ്പോൾ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയവനാ ഭാഗ്യവാൻ. അവയെ ഭയപ്പെട്ട അവൻ്റെ വഴികൾ നടക്കുന്ന ഏവരുമാണ് ഭാഗ്യവാന്മാർ. നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാരാണ്. ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ഒത്തിരി ഭാഗ്യ പദവികൾ ഈ വചനത്തിൽ ശക്തമായി ആലേഖനം ചെയ്തിരിക്കും. പിന്നെ ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം 1, ഞാൻ നിന്നെ ദൈവം നമ്മെ ഉപദേശിക്കുന്ന ദൈവം ശരിയായ ഇടത്തേക്ക് കൊണ്ടുപോകാൻ, എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാൻ നമ്മളെ ഒരു അഡ്വൈസ് ചെയ്യാൻ ഒരാൾ വേണം. നല്ല അഡ്വൈസ് ഉണ്ടെങ്കിലേ നല്ല തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നല്ല അഡ്വൈസ് ഉണ്ടെങ്കിൽ പരാജയത്തിൽ ചെന്ന് ചാടില്ല, ആപത്തിന് ഒഴിഞ്ഞു പോകും. നല്ല ഉപദേശത്തിൻ്റെ പ്രത്യേകത ദൈവഹിതപ്രകാരം മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ പറയുന്നു, ദൈവമാ ഉപദേശിക്കുന്നത്. ദൈവം ഉപദേശിച്ചാൽ അവിടുത്തെ വഴി തികവുള്ളതാണ്. ആ വഴിയിലൂടെ നടത്തത്തുള്ളൂ. ഇന്ന് പകൽ നമ്മൾ അവിടുത്തെ ബലമുള്ള കരങ്ങളൊന്ന് താഴ്ത്തിയ ദൈവമേ, അങ്ങ് എന്നെ ഒന്ന് അഡ്വൈസ് ചെയ്യണം. ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ, ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. എവിടെ കറക്ഷൻ വേണമോ അവിടെ അവിടുത്തെ ഉപദേശം എനിക്ക് വേണം. ഇന്ന വിഷയത്തിൽ ഒന്ന് പറയൂ, അവിടുന്ന് ഉപദേശിച്ചാൽ അതിനനുസരിച്ച് നീങ്ങൂ. ഒന്ന് ഉപദേശിച്ച്, അടുത്ത് നടക്കേണ്ടുന്ന വഴി. ഉണ്ടോ? എന്തിനാ ഉപദേശിക്കുന്നത്? നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ കൊണ്ടുപോകാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്താൻ, ദൈവത്തിൻ്റെ ഹിതത്തിലൂടെ നടത്താൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നടത്താൻ, പച്ചയായ മേച്ചിൽപ്പുറത്തിലേക്ക് കൊണ്ടുവരാൻ. ദുർഘടങ്ങളിലൂടെ അല്ല നടത്തുന്നത്, സ്മൂത്തായ വഴിയിലൂടെ, ആഴിയെ വഴിയാക്കി അതിനകത്തൂടെ ജനത്തെ നടത്തിയ ദൈവമാ നമ്മുടെ ദൈവം. അതുകൊണ്ട് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി എന്നൂടെ പറഞ്ഞാൽ ചൊവ്വയുള്ള വഴിയിലൂടെ അവൻ അവരെ നടത്തി. ഇതാ ദൈവത്തിൻ്റെ വഴി, ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തുന്നത് നമ്മളെ ഉപദേശിച്ചിട്ടാണ്. ചൊവ്വയുള്ള വഴി, അതാ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കും. ദൃഷ്ടി എന്തിനാ വെക്കും? ലോകത്തിൻ്റെ ഒരു ദൃഷ്ടിയും നമ്മളെ തൊടില്ല. പകലിൻ്റെ ശക്തിയോ രാത്രിയുടെ ശക്തിയോ ഇരുട്ടിലെ ശക്തികളോ ഉച്ചയ്ക്ക് മഹാമാരിയോ ഒന്നും നിന്നെ തൊടത്തില്ല. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ
യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലിരിക്കുന്നു. നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ തലമുറകളുടെ മേലുണ്ട്. അഭിഷക്തന്മാരെ, നിങ്ങളുടെ മേലുണ്ട്. സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൃഷ്ടി ദൈവത്തിൻ്റെതുണ്ടെങ്കിൽ വേറൊരു ദൃഷ്ടിക്ക് നമ്മളെ തൊടാൻ പറ്റില്ല, വേറെ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. അത് ദൈവം നമ്മൾ പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും വരുന്നിടത്തും നിൽക്കുന്നിടത്തുമെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ദൃഷ്ടിയുടെ അകത്താണ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചവരെ നോക്കില്ലേ? ഒരു വണ്ടി വരുമ്പോൾ നമ്മളവരുടെ കരുത്തിൽ കയറി പിടിക്കില്ലേ? റോഡ് ക്രോസ് ചെയ്യിപ്പിക്കില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ? അതുപോലെ ദൈവം ദൃഷ്ടി വെച്ചാൽ ഏത് പതിയിരിപ്പ് വന്നാലും, കുടിയിരിപ്പ് വന്നാലും, മന്ത്രവാദം വന്നാലും, ആഭിചാരം വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം ദൃഷ്ടി വെച്ചാൽ മറ്റൊരു ശക്തിക്ക് നമ്മളെ തൊടത്തില്ല. നിങ്ങൾക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ദൃഷ്ടിദോഷമെന്നൊന്നും പറഞ്ഞ് ആരും ഇനി ടെൻഷനാകേണ്ട. വിളിച്ചു പറ, ദൈവം ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. എന്തിന്? ആലോചന പറഞ്ഞു തരും. എങ്ങനെ പോകണം, എന്ത് സ്റ്റെപ്പ് എടുക്കണം, എങ്ങനെ ഡിസിഷൻ എടുക്കണം, ഈ വിഷയത്തിൽ എടുക്കേണ്ട ഡിസിഷൻ, ഇന്ന് എങ്ങനെ സംസാരിക്കണം, എപ്പോൾ ചെല്ലണം, എന്ത് ചെയ്യണം, മാറേണ്ടടത്തുനിന്ന് മാറാൻ, ചിലത് തുടങ്ങാൻ, മുൻപോട്ട് പോകാൻ, ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വരാൻ അവിടുന്ന് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരും. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ അനുകൂലമായിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യാം. ദൃഷ്ടി വെച്ചാലോചന. ചില കുഞ്ഞുങ്ങളുടെ കെട്ടുമണി സംബന്ധിച്ച് സ്വയം ഡിസിഷൻ എടുക്കാതെ പറ, കർത്താവേ അങ്ങ് ആലോചന പറഞ്ഞു. അവിടുന്ന് ആലോചനയിൽ വലിയവനാ, പ്രവൃത്തിയിൽ ശക്തിമാണ്. അങ്ങ് ആലോചന പറ. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ വിഷയത്തിന്മേൽ ദൈവത്തോട് പറ. നിങ്ങളുടെ ഇപ്പോഴനുഭവിക്കുന്ന ഒരു കർത്താവേ, അതിനകത്ത് അങ്ങയുടെ ആലോചന ഒന്ന് പറഞ്ഞു തരണമേ. ഒരു പ്രവാചകനുമല്ല, ദൈവത്തിന് നിങ്ങളിരിക്കൂ. ദൈവം ഡയറക്ഷൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുന്ന ദൈവമാണ്. നിങ്ങളെടുക്കുന്ന ഏത് വിഷയത്തിന്മേലും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. പറ, ഇന്ന് 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 കർത്താവേ, ഞാൻ എങ്ങനെ നടക്കണമോ, എവിടെ പോകണമോ, ആരോട് സംസാരിക്കണമോ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം വയസ് ഇതിലെ പോയിക്കൊള്ളുക, ഇതാ വഴി എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾപ്പിക്കുന്ന നിമിഷമാണ്. യേശുവിൻ്റെ നാമത്തിൽ. യേശു കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സ്വയം എടുത്ത ചില സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, വ്യക്തമായി പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് അടുത്തു വരൂ, ദൈവത്തിന് സമർപ്പിക്കൂ. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം യേശുവിൻ്റെ നാമത്തിൽ. വലം കൈ പറയുന്ന പോലെ എൻ്റെ വലം കയ്യിൽ പിടിച്ച ദൈവം, സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തന്ന ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ ഞങ്ങളെ നടത്തുന്ന ഉന്നതനായ ദൈവത്തിന്, ഉയർന്നിരിക്കുന്ന ദൈവത്തിന്, ശാശ്വതവാസിയായ ദൈവത്തിന്, ഉപദേശിക്കുന്ന ദൈവത്തിന്, മുൻപോട്ട് പോകാൻ പറയുന്ന ദൈവത്തിന്, തുറക്കുമെന്ന് പറയുന്ന ദൈവത്തിന്, പ്രവർത്തിച്ചിരിക്കുന്നെന്ന് പറയുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നടത്തും. സകല മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. കെട്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന, ഉപദേശിക്കുന്ന, വഴി കാണിക്കുന്ന ദൈവം ഭാഗം സമർപ്പിക്കാം. അവിടുത്തെ വഴിക്കായി കാത്തിരിക്കാം. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്പിറ്റുമാൻ.